സസ്റ്റൈനബിൾ എൻജിനീയറിംഗ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. അപ്പം എന്താണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ സുസ്ഥിര വികസനം. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ടുള്ള വികസനം. ഡെവലപ്മെൻറ്റ് വേണം, പക്ഷെ അത് ആരെയും ബാധിക്കരുത്. എല്ലാ കാലത്തും ഒരേപോലെ നിൽക്കുന്ന രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എൻവയോൺമെൻറ്റിനെ ബാധിക്കാത്ത രീതിയിൽ, അതായത് ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എല്ലാ കാലത്തും നിലനിൽക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഉപയോഗത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഡെവലപ്മെൻറ്റിനനുസരിച്ച് എന്ത് ചെയ്യരുത്, ഡീഗ്രഡേഷൻ, ആർക്കും ഒരു ഉപദ്രവവും ഒരു ഡീഗ്രഡേഷനും ഉണ്ടാവരുത്. മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എൻവയോൺമെൻറ്റിനെയാണ്. എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻവിറോൺ എന്ന് പറയുന്ന ഫ്രഞ്ച് ടേമിൽ നിന്ന് വന്നതാണ്. അതായത് നമ്മുടെ സറൗണ്ടിങ്സ്, ചുറ്റുമുള്ളത്. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ശ്രമം, ആ ഇതിൻ്റെ സർക്കിളിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ടേമാണ്. പണ്ട് കാലത്തൊക്കെ നമ്മൾ ആൻഷ്യൻ ടൈംസിലൊക്കെ ഉപയോഗിച്ചിരുന്ന നമുക്ക് ലാൻഡ്, എയർ, വാട്ടർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. അത് പിന്നെ നമ്മൾ ഫയർ ഉപയോഗിക്കാൻ തുടങ്ങി, നമ്മുടെ ഫുഡിന് വേണ്ടി ഫയർ ഉണ്ടാക്കാൻ തുടങ്ങി. അന്നൊന്നും തന്നെ അങ്ങനെ നമ്മൾ കുറേ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും അന്നൊന്നും എൻവയോൺമെൻറ്റിന് യാതൊരു തരത്തിലുള്ള ഡീഗ്രഡേഷൻസും അല്ലെങ്കിൽ ഒരു പൊള്യൂഷൻസും ഉണ്ടായിരുന്നില്ല. അതേസമയം ഇപ്പോൾ 20th സെഞ്ച്വറി ആയപ്പോൾ എൻവയോൺമെൻറ്റിന് ഒരുപാട് പ്രോബ്ലംസ്, ഗ്ലോബൽ ഇഷ്യൂസ് വരാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അതെന്താ കാരണം? ഡ്യൂ ടു അൺസസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. നമ്മുടെ വളർച്ച കൂടി, നമ്മളുടെ ഡെവലപ്മെൻറ്റ് കൂടിയ സമയത്തുണ്ടായ പ്രശ്നങ്ങളാണ് എന്ത് ചെയ്ത് എൻവയോൺമെൻറ്റിനെ മോശകരമായ രീതിയിൽ ബാധിച്ചത്. ഓക്കെ, അങ്ങനെയാണ് എൻവയോൺമെൻറ്റിന് ഡീഗ്രഡേഷൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ അതിന് മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, അപ്പം അൺകൺട്രോൾഡ് അർബണൈസേഷൻ. ഇത് രണ്ടും എൻവയോൺമെൻറ്റിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൂടി, പോപ്പുലേഷൻ കൂടിയ സമയത്ത് റിസോഴ്സസ് കൂടുന്നില്ല, റിസോഴ്സസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾ കൂടുന്നതിനനുസരിച്ച് റിസോഴ്സസ് എന്ത് ചെയ്തു, മിനിമൈസ് വന്നു. അതുപോലെ അൺകൺട്രോൾഡ് അർബണൈസേഷൻ, അതുപോലെ ഇൻഡസ്ട്രീസൊക്കെ ഒരുപാട് വരുമ്പോൾ ഒരുപാട് പൊള്യൂഷൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് എൻവയോൺമെൻറ്റിന് ഡീഗ്രഡേഷൻ ആയിട്ട് സംഭവിച്ചത്. എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ ഒക്കേഴ്സ് when the natural resources are consumed at faster rate than the nature's ability to replenish the same. ഉണ്ടാകുന്നതിൽ കൂടുതൽ ഉപയോഗിച്ച സമയത്ത് എന്ത് ചെയ്തു, എൻവയോൺമെൻറ്റിന് ഡീഗ്രഡേഷൻ സംഭവിക്കാൻ തുടങ്ങി. കാരണം ഉണ്ടാവുന്നതും യൂസ് ചെയ്യുന്നതും തമ്മിൽ ഒരു സെപ്പറേഷൻ വന്നു. ഒരേപോലെ ആയിരുന്നെങ്കിൽ ഒരേ ലെവലിൽ പോവുമായിരുന്നു. അതേസമയം അങ്ങനെയല്ല, നമ്മൾ പോപ്പുലേഷൻ കൂടി കഴിയുമ്പോൾ എന്താണ്, കൂടുതൽ സാധനം ഉപയോഗിക്കേണ്ടി വന്നു. അപ്പം നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ റിസോഴ്സിന് കുറവ് വരാൻ തുടങ്ങി, അത്രയും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചപ്പോൾ. Okay, in the 21st century, there was an increasing global awareness of the threat posed by human-induced activities. Thus, the concept of environmental management, അതായത് ഹാർമണി ബിറ്റ്വീൻ മാൻ ആൻഡ് നാച്ചർ ആണ് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ്, ഫോംഡ് ഓൺ ദി ബേസിസ് ഓഫ് സസ്റ്റൈനബിലിറ്റി. അങ്ങനെയാണ് ഈ സസ്റ്റൈനബിലിറ്റി എന്നുള്ള, അതായത് നമ്മളെ റിസോഴ്സ് കുറഞ്ഞു, ആൾക്കാർ കൂടി, ഇൻഡസ്ട്രീസ് കൂടി, പൊള്യൂഷൻ കൂടി, അങ്ങനെ ആകെ പ്രശ്നമായ സമയത്താണ് ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് ഈ സംഭവം മാറുന്നത്. അങ്ങനെയാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വേണം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഈ സംഭവം എത്തുന്നത്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് വേണം, പക്ഷേ അതെന്തായിരിക്കണം, സസ്റ്റൈനബിൾ ആയിരിക്കണം, ആരെയും ഉപദ്രവിക്കാത്ത രീതിയിലായിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ടേമൊക്കെ വരുന്നത് കുറേ കാര്യങ്ങളിലൂടെയാണ്. ആ ടേമൊക്കെ വന്നിട്ട് പിന്നെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ടേമൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനൊരു ഡെഫിനേഷൻ കൊടുത്തു. അതായത് 1987 ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് അവർ കോമൺ ഫ്യൂച്ചർ എന്നായിരുന്നു. അവർ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടിലുള്ള, അതായത് അത് പബ്ലിഷ് ചെയ്തിരുന്നത് വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ബ്രൂട്ട്ലാൻഡ് കമ്മീഷൻ എന്നും പറയും. അതായത് അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ കമ്മീഷൻ ഉണ്ടാക്കിയിരിക്കുന്ന റിപ്പോർട്ടിലാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് ഒരു ഡെഫിനേഷൻ കൊണ്ടുവരുന്നത്. ആ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്.
ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. അതായത് നമുക്ക് ഡെവലപ്മെൻറ്റ് വേണം, നമ്മളുടെ ആവശ്യങ്ങൾക്കുള്ള ഡെവലപ്മെൻറ്റ് വേണം, പക്ഷേ അതെന്താവരുത്, നമ്മളുടെ ഉപയോഗം അടുത്ത ജനറേഷനെ ബാധിക്കരുത്. അടുത്ത ജനറേഷന് അവരുടെ ആവശ്യങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്, നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരുപാട് റിസോഴ്സ് യൂസ് ചെയ്യുകയും ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചിലപ്പം കാര്യമായിട്ട് ബാധിക്കില്ല. അടുത്ത ജനറേഷന് കംപ്ലീറ്റ്ലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഭൂമിയിലേക്ക് പറന്ന് വേണ്ടി വരും. അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് കിട്ടാതെയും വരും. അപ്പോൾ അത് പറ്റില്ല. നമ്മൾ എന്തൊക്കെ ഡെവലപ്മെൻറ്റ് ഇവിടെ വരുത്തി കഴിഞ്ഞാലും ഫ്യൂച്ചർ ജനറേഷന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ അവർക്ക് റിസോഴ്സസിനുള്ള അഭാവം ഉണ്ടാവരുത്. അതാണ് ഈ ഡെഫിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടേമിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്, സസ്റ്റൈനബിൾ പ്ലസ് എബിലിറ്റി. അപ്പോൾ അതിൻ്റെ മേലെ ഞാനൊരു കാര്യം പറഞ്ഞാൽ വന്നു, ഇതാണ് നമ്മളെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർ ജനറേഷണൽ ഇക്വിറ്റി. അതായത് രണ്ട് ജനറേഷൻസ്, നമ്മുടെ ജനറേഷൻസിനും കിട്ടണം അടുത്ത ജനറേഷൻസിനും കിട്ടണം എന്നുള്ളതാണ് ഇൻ്റർ ജനറേഷണൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നേരത്തെ പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഡെഫിനേഷനിൽ പറഞ്ഞത്. നമ്മൾ രണ്ട് ജനറേഷൻ, ഇൻ്റർ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറേഷൻ, ഫ്യൂച്ചർ ജനറേഷൻ, ഈ രണ്ട് ജനറേഷനും ഈക്വൽ ആയിരിക്കും എല്ലാ കാര്യങ്ങളും കിട്ടണം എന്നുള്ളതാണ് ഇൻ്റർ ജനറേഷണൽ ഇക്വിറ്റി. ഓക്കെ, ഇനി സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് രണ്ട് ടേമിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്, സസ്റ്റൈൻ പ്ലസ് എബിലിറ്റി. അതായത് എബിലിറ്റി ടു ബി മെയിൻറ്റൈൻഡ് അറ്റ് എ സെർട്ടൻ റേറ്റ് ഓർ ഗ്രോത്ത്, ടേം യൂസ്ഡ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ. ഓക്കെ, ദെൻ ആൻസർ ടു അൺചെക്ഡ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. അതായത് നമ്മൾ എല്ലാ ഡെവലപ്മെൻറ്റ്സും ചെക്ക് ചെയ്തിട്ടുള്ള രീതിയിൽ, അതായത് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റും പാടില്ല എന്നുള്ള രീതിയിൽ. Okay, defined as a possibility that humans and the other forms of life on our planet will flourish forever. Okay, അപ്പോൾ എല്ലാവർക്കും, അതായത് ഹ്യൂമൻ ബീങ്സിനാണെങ്കിലും വേറെ എന്ത് ആണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ തിളങ്ങാനുള്ള ഒരവസരം എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള 3 പില്ലേഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി, അതുപോലെ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി, അതേപോലെ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. അപ്പോൾ ഇത് മൂന്നും ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള 3 സ്ഫിയേഴ്സ് അല്ലെങ്കിൽ 3 പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. ഇത് മൂന്നും ഇൻ്റർ കണക്റ്റഡ് ആണ്, കംപ്ലീറ്റ്ലി ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ 3 കാര്യങ്ങളാണ് ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ സോഷ്യലി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണം. അതുപോലെ അത് ഇക്കണോമിക്കലി ബാധിക്കുന്ന കാര്യമാണ്. ഇത് രണ്ടും, അതുപോലെ എൻവയോൺമെൻറ്റലിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ഈ ഡെവലപ്മെൻറ്റ് മൊത്തം. ഓക്കെ, അതാണ് മെയിനായിട്ടുള്ള 3 പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഈ കാണുന്നതാണ് എന്താണ് വെൻ ഡയഗ്രം ഓഫ് കൺസെപ്റ്റ് ഓഫ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ വെൻ ഡയഗ്രം എന്ന് പറയുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. മൂന്നും എന്താണ്, ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്. ഇത് മൂന്നും കൂടെ ചേർന്നാൽ മാത്രമേ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സാധ്യമാവുള്ളൂ. ഓക്കെ, അപ്പം ഇപ്പോൾ അത് മൂന്നും, അതായത് ഓരോന്നും എന്താണെന്ന് നമുക്ക് അല്ലാതെ തന്നെ അറിയാൻ പറ്റും. സോഷ്യൽ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ സോഷ്യൽ പില്ലർ എന്ന് പറയുന്നത് എന്താണ്, കമ്മ്യൂണിറ്റി അല്ലെ സൊസൈറ്റൽ ഡെവലപ്മെൻറ്റ്. ഇറ്റ് പ്രൊവൈഡ്സ് ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്. അതേപോലെ എൻവയോൺമെൻറ്റൽ പില്ലർ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ദാറ്റ് പ്രൊവൈഡ്സ് പൊല്യൂഷൻ ഫ്രീ എയർ, വാട്ടർ ആൻഡ് സോയിൽ ഫോർ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. മൂന്നാമത്തതാണ് എക്കണോമിക് പില്ലർ, അതായത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് സച്ച് ആസ് പ്രൊവിഷൻ ഓഫ് ജോബ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, ബിസിനസ് പോളിസി ചേഞ്ച് എക്സെട്ര ഫോർ ഇംപ്രൂവിങ് ക്വാളിറ്റി ഓഫ് ലൈഫ്. The action of government to implement sustainable development in their policies may even be considered as fourth pillar, ഇൻഡസ്ട്രിയൽ പില്ലർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മെയിനായിട്ട് 3 പില്ലേഴ്സാണ്, സോഷ്യൽ പില്ലർ, എൻവയോൺമെൻറ്റൽ പില്ലർ, എക്കണോമിക് പില്ലർ. ഫോർത്ത് പില്ലറായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റിറ്റ്യൂഷണൽ പില്ലറിനെ നമുക്ക് കൺസിഡർ ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ, ഇത് മൂന്നും ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രാണിത്. ഇതിനെയാണ് നമ്മൾ വെൻ ഡയഗ്രാം ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ദീസ് ആർ ദ 3 പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് 3 സ്പിയേഴ്സ്. ഇനി ഇതിൽ ഓരോ കാര്യങ്ങളിലേക്കും നമുക്ക് വീണ്ടും പോകേണ്ടതുണ്ട്. 3 പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിലിറ്റി ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 3 പില്ലേഴ്സ് ഏതൊക്കെയായിരുന്നു? സോഷ്യൽ പില്ലർ, എൻവയോൺമെൻറ്റൽ പില്ലർ ആൻഡ് എക്കണോമിക് പില്ലർ. അതിൽ സോഷ്യൽ പില്ലറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതായത് സോഷ്യൽ പില്ലറിൽ വരുന്നത് മെയിനായിട്ട് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എയിംസ് ഇൻ സോഷ്യൽ വെൽബീങ് ആൻഡ് ഹാർമണി ഇൻ ഓൾ സെക്ഷൻസ്. അപ്പോൾ അതിൽ വരുന്നതാണ് ഇൻ്റർ ജനറേഷണൽ ഇക്വിറ്റിയും ഇൻട്രാ ജനറേഷണൽ ഇക്വിറ്റിയും. അതായത് ഒരു ജനറേഷനിൽ തന്നെ എല്ലാവർക്കും എല്ലാ ഫെസിലിറ്റീസും എത്തുക എന്നുള്ളതും അടുത്ത ജനറേഷനും ഇതിനേക്കാളും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ ഉണ്ടാവുക എന്നുള്ളതുമാണ് ഇൻട്രാ ആൻഡ് ഇൻ്റർ ജനറേഷണൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 3 വാല്യൂസ് ദാറ്റ് ഫോം കോർ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫാണ്, അതുപോലെ ഗ്രോത്ത്, ഇക്വാലിറ്റി. ഈ 3 കാര്യങ്ങളാണ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റിൻ്റെ കോർ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ അടുത്തത് അതിന് വേണ്ട മെഷേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതൊരു ഹോട്ട് ടോപ്പിക്കാണ്. ഒരുപാട് റിസർച്ചേഴ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Amount of researchers is going into assessing the impact that human activity can have on environment. അപ്പം എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ദ ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ് വൈൽ ലിവിങ് വിത്തിൻ ദ ക്യാരിങ് കപ്പാസിറ്റി ഓഫ് സപ്പോർട്ടിങ് ഇക്കോസിസ്റ്റം. ആ ക്യാരിങ് കപ്പാസിറ്റി അറിഞ്ഞുകൊണ്ട് നമ്മൾ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് സൊസൈറ്റി ടു ഡിസൈൻ ആക്ടിവിറ്റി ടു മീറ്റ് ഹ്യൂമൻ നീഡ്സ് വൈൽ ഇൻഡെഫിനിറ്റ്ലി പ്രിസർവിങ് ദ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഓഫ് ദ പ്ലാനറ്റ്. അപ്പം നാച്ചുറൽ റിസോഴ്സസിൻ്റെ യൂസ് അത് റീപ്ലെനിഷ് ചെയ്യുന്നതിനേക്കാളും സ്പീഡിലാവാൻ പാടില്ല. അത് റീപ്ലെനിഷ് ചെയ്യുന്നതിനേക്കാളും സ്പീഡിലാവുന്ന സമയത്ത് ഡീഗ്രഡേഷൻ ഓഫ് ദ എൻവയോൺമെൻറ്റ് ഒക്കെയർ ചെയ്യും. അപ്പോൾ അതിൻ്റെ റീപ്ലെനിഷ്മെൻറ്റിൻ്റെ റേറ്റിനേക്കാളും കുറവേ നമ്മൾ നാച്ചുറൽ റിസോഴ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ആവുമ്പോഴേ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിൾ ആവുള്ളൂ. അപ്പോൾ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിൾ ആവാനുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. ലെസ് ദാൻ നാച്ചേഴ്സ് എബിലിറ്റി ടു റീപ്ലെനിഷ് ആവുമ്പം അതെന്താണ്, എൻവയോൺമെൻറ്റിന് റിന്യൂ ചെയ്യാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ എന്താണ്, എൻവയോൺമെൻറ്റലി സസ്റ്റൈനബിൾ ആവും. ഈക്വൽ ടു നാച്ചേഴ്സ് എബിലിറ്റി ടു റീപ്ലെനിഷ് ആവുമ്പോൾ അത് സ്റ്റഡി സ്റ്റേറ്റ് എക്കോണമി ആവും. അതേസമയം മോർ ദാൻ നാച്ചേഴ്സ് എബിലിറ്റി ടു റീപ്ലെനിഷ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ ആണ്, നോട്ട് സസ്റ്റൈനബിൾ ആവും. ഓക്കെ, ദെൻ environmental sustainability is about making the responsible decisions that will reduce the negative impacts of the environment. Not simply about reducing the waste that we produce or using less energy, but is concerned with the developing processes that will lead to a business becoming completely sustainable in future. ഫ്യൂച്ചറിലേക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ കരുതി വെക്കണം. ദെൻ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി നമ്മൾ ഓൾറെഡി ജസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി ഈസ് പ്രസൻറ്റ് ഇൻ ദ മോണിറ്ററി ടേംസ്. എക്കണോമിക് ഗ്രോത്ത് ആണ്. ബട്ട് എക്കണോമിക് ഗ്രോത്ത് ഈസ് ഓൺലി സസ്റ്റൈനബിൾ ഇഫ് ഇറ്റ് സൈമൾട്ടേനിയസ്ലി ഇംപ്രൂവ്സ് അവർ ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് ദാറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് എൻവയോൺമെൻറ്റും ഇംപ്രൂവിങ് ക്വാളിറ്റിയും വേണം. അത് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴേ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. സോ റിയൽ ഐഡിയ ഈസ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഓർ ബിസിനസ് is making profit without creating much harm to the balance of the existing ecology. എക്സിസ്റ്റിംഗ് എക്കോളജി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ആയിരിക്കണം നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പം ആവറേജ് റിസോഴ്സ് കൺസപ്ഷൻ ഇൻ ദ ഡെവലപ്പിംഗ് ഇക്കോണമി ഈസ് സസ്റ്റൈനബിൾ. അറ്റ് ദ സെയിം ടൈം പോപ്പുലേഷൻ ഈസ് എക്സ്പ്ലോഡിങ് വിച്ച് ഈസ് അൺസസ്റ്റൈനബിൾ. പോപ്പുലേഷൻ കൂടുതലാണ്, അപ്പോൾ നമ്മൾ റിസോഴ്സസും കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ റിസോഴ്സസിന് റീപ്ലെനിഷ് ചെയ്യാനുള്ള ടൈം കിട്ടില്ല. അവിടെയാണ് നമ്മളെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഡെവലപ്ഡ് എക്കോണമീസിലാണെങ്കിൽ ഇറ്റ് ഈസ് ദ റിവേഴ്സ് കേസ്.
population increase is less and resource consumption is very high, which is unsustainable. The challenge for sustainability is to manage Western style consumption, at the same time raising the standard of living of the developing world without increasing the resource use and environmental impact. Thus, economic sustainability is the term used to identify various strategies that make it possible to use the available resources in such way that both efficient, responsible and providing long-term benefits. Okay. Then അതിൻ്റെ നമ്മുടെ എക്കണോമിക് സസ്റ്റൈനബിലിറ്റിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ടു എസ്റ്റാബ്ലിഷ് പ്രോഫിറ്റബിലിറ്റി ഓവർ എ ലോങ് ടേം കപ്പിൾഡ് വിത്ത് റെസ്പോൺസിബിൾ യൂസ് ഓഫ് റിസോഴ്സസ് ആൻഡ് ക്രിയേറ്റിംഗ് നോ ലെസ് എൻവയോൺമെൻറ്റൽ കൺസേൺസ്. അപ്പോൾ എൻവയോൺമെൻറ്റലിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത രീതിയിലുള്ള പ്രോഫിറ്റാണ് നമ്മുടെ എക്കണോമിക് സസ്റ്റൈനബിലിറ്റിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. എക്കണോമിക് സസ്റ്റൈനബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എന്ന് പറയുന്നത് ഒപ്റ്റിമം യൂസ് ഓഫ് റോ മെറ്റീരിയൽസ്, അതുപോലെ വർക്കേഴ്സിന് അവർക്ക് ഒരു സ്റ്റഡി ഫ്ലോ ഇൻകം മെയിൻറ്റെയിൻ ചെയ്യുക, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻകം ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അതുപോലെ ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷൻ വേണ്ടി വരികയാണെങ്കിൽ അതിന് റൈറ്റ് ടൈമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതുപോലെ ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുക. ബിസിനസ് പ്രൊജക്റ്റ്, അതായത് ലെസ് ഹാം എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ഗ്രീൻ ബിസിനസ് നടത്താൻ, ഗ്രീൻ ബിസിനസ് പ്രൊജക്റ്റിനുള്ള ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മെഷേഴ്സ് എന്ന് പറയുന്നത്. ദെൻ വി മൂവ് ടു ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ട് കാലത്തൊന്നും ഈ സസ്റ്റൈനബിലിറ്റിനെ കുറിച്ചൊന്നും അങ്ങനെ ഒരു ചിന്തിക്കേണ്ട പ്രശ്നം ഉണ്ടായിരുന്നില്ല. ദ വേൾഡ് ലുക്ക്ഡ് അറ്റ് എക്കണോമിക് സ്റ്റാറ്റസ്, ജോബ്, ഇൻകം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആസ് എ മെഷർ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. അപ്പം മോസ്റ്റ് ഓഫ് ദ ഡെവലപ്ഡ് കൺട്രീസിൽ നോട്ട് ഓൺലി എക്സ്പ്ലോയിറ്റഡ് ദെയർ ഓൺ നാച്ചുറൽ റിസോഴ്സസ് ബട്ട് ഓൾസോ യൂസ്ഡ് ദാറ്റ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ്. So, as the development progressed, the rich countries got richer while the poor nations got poorer. Now, even the developed world has begun to realize that their lives were being seriously affected by the environmental consequences of development based on economic growth alone. ഇപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാക്കി തുടങ്ങിയത് എൻവയോൺമെൻറ്റിന് ഡീഗ്രഡേഷൻ സംഭവിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള അവരുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ എക്സെട്ര. അപ്പം ഓൾ ദീസ് ഇൽ എഫക്ട്സ് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷനിലേക്കാണ് പോകുന്നത്. അപ്പോഴാണ് നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് എങ്ങനെ നമ്മൾ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, എങ്ങനെ കൺസേർവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. ഇനി ഹിസ്റ്ററി ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അതായത് 1972 അപ്പം തുടങ്ങുന്നുണ്ട് ഇത് എവോൾഡ്. ഓക്കെ, 1972 to 1992 എ സീരീസ് ഓഫ് ഇൻ്റർനാഷണൽ കോൺഫറൻസ്, അതിലാണ് ഇങ്ങനെ ഒരു സാധനത്തിൻ്റെ തിയറട്ടിക്കൽ ഫ്രെയിം വർക്ക്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ തിയറട്ടിക്കൽ ഫ്രെയിം വർക്ക് നടക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് സ്റ്റോക്ക്ഹോമിൽ ആ സമയത്ത് തന്നെ, അതായത് സ്റ്റോക്ക്ഹോമിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1972 ഫസ്റ്റ് മേജർ ഇൻ്റർനാഷണൽ ഗ്യാതറിങ്. അതിലാണ് ഇതിൻ്റെ ഇനീഷ്യേറ്റീവ് ടുവേർഡ്സ് ദ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ നടക്കുന്നത്. ദെൻ ദ റെക്കമെൻഡേഷൻ ഓഫ് ദിസ് കോൺഫറൻസസ് വെർ ലേറ്റർ ഡിസ്കസ്ഡ് ഇൻ ദ വേൾഡ് കൺസർവേഷൻ സ്ട്രാറ്റജി മീറ്റിംഗ് ഹെൽഡ് ഇൻ 1980, which the term sustainable development was the first used. 1980 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് ഫസ്റ്റ് യൂസ് ചെയ്തത്. അപ്പം ഇതിൻ്റെ ഡെഫിനീഷൻ 1987 അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടൈറ്റിലുള്ള ഒരു ഡെഫിനീഷൻ, ആ ഒരു ടൈറ്റിലിൽ നടന്ന ഒരു കോൺഫറൻസ്, അതായത് ബ്രൂട്ട്ലാൻഡ് കമ്മീഷൻ്റെ അതിലുണ്ടായ ഒരു അവിടെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ ഒരു
ഡെഫിനീഷൻ ഫസ്റ്റ് കൊടുക്കുന്നത്. ആ ഡെഫിനേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എന്നാലും നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. അപ്പം ഈ ബ്രൂട്ട്ലാൻഡ് കമ്മീഷൻ അല്ലെങ്കിൽ വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, അതാണ് WCED എന്ന് പറയും. ഇവരാണ് 1987 അവർ കോമൺ ഫ്യൂച്ചർ എന്ന് ടൈറ്റിൽ ചെയ്തിട്ടുള്ള ഒരു പബ്ലിഷിലാണ് നമുക്ക് എന്ത് പറയുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് ഒരു ഡെഫിനേഷൻ കിട്ടുന്നത്. ഓക്കെ, ദെൻ അങ്ങനെ ഈ കോൺഫറൻസ് ചെയ്തു പുതിയൊരു UNEP എന്ന് പറയുന്ന ഒരു സംഘടന, അതുപോലെ ന്യൂമറസ് നാഷണൽ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസീസ്, ഗ്ലോബൽ ലെവലിലുള്ള സംഘടനകൾ ഉണ്ടാവാൻ ഇത് കാരണമായി. UNEP, അതുപോലെ തന്നെ IUCN 1991 അവരെന്ത് ചെയ്തു, ആ സംഘടന എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല സംഘടനകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ വന്നു. അപ്പോൾ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന് പറയുന്നത് അവർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് കൊടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ് വൈൽ ലിവിങ് വിത്തിൻ ദ ക്യാരിങ് കപ്പാസിറ്റി ഓഫ് സപ്പോർട്ടിങ് ഇക്കോസിസ്റ്റം. Thus, the concept of sustainability development recognized the link between meeting the needs of people for the natural resources and the environment for future generation. നാച്ചുറൽ റിസോഴ്സും എൻവയോൺമെൻറ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, അതാണ് നമ്മൾ എന്താണ് ആ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആവശ്യങ്ങളും നാച്ചുറൽ റിസോഴ്സിൻ്റെ നമ്മുടെ ആവശ്യവും എൻവയോൺമെൻറ്റും തമ്മിലുള്ള ലിങ്ക്, ആ ലിങ്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്തത് ഇത് റിയോ ഡി ജനീറോയിൽ, ഇതൊക്കെ നമ്മൾ വൺസ് പറഞ്ഞു കഴിഞ്ഞതാണ്. എർത്ത് സമ്മിറ്റ് നടന്നു, ക്യോട്ടോ പ്രോട്ടോക്കോൾ 1997 നടന്നു. അതുപോലെ റെഡ്യൂസിങ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജപ്പാനിൽ നടന്ന ക്യോട്ടോ പ്രോട്ടോക്കോള്. ദെൻ പിന്നെ വെൽനോൺ ജോഹന്നാസ് വേൾഡ് സബ്മിറ്റ് 2002. ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇനി നീഡ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ജനങ്ങൾ പല വഴി നോക്കും എന്തിനു വേണ്ടിയിട്ട്, ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. പക്ഷെ അത് പല രീതിയിലുള്ള ദോഷങ്ങൾ ചെയ്യും. എക്കണോമിക് സ്ലംസ്, എക്കണോമിക് ഡിപ്രഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ വാസിലൊക്കെ ആയിരിക്കും എൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന വഴി ചിലപ്പം ശരിയായ വഴി ആയിരിക്കില്ല. അങ്ങനെ ആവുന്ന സമയത്ത് അതെന്ത് ചെയ്യും, അത് ഡെവലപ്മെൻറ്റ് നമുക്ക് ഭാവിയിൽ നല്ല രീതിയിലായിരിക്കില്ല വരിക. അപ്പം നമുക്ക് അവർ വെൽബീങ്, എക്കണോമിക് പ്രോസ്പെരിറ്റി, എൻവയോൺമെൻറ്റ്, അവർ ഫ്യൂച്ചർ, അതെല്ലാം നല്ല രീതിയിലായിരിക്കണം. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് ദ ഓൺലി മെത്തേഡ് ടു ടു ബി ദ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ് എന്തായാലും എന്ത് തന്നെയാണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന മെത്തേഡ് തന്നെയാണ്. നെക്സ്റ്റ്, മെഷേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ്? ഒന്ന്, പ്രൊമോട്ട് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ്. രണ്ടാമത്തേത് 3R അപ്രോച്ച്. ഇത് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ പ്ലാസ്റ്റിക്കിനെ കുറിച്ചൊക്കെ പറയുന്ന അതേ സംഭവം തന്നെയാണ്. റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. സെയിം സാധനം പ്ലാസ്റ്റിക് ഒക്കെ നമുക്ക് എൻവയോൺമെൻറ്റലി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ അതേപോലെ തന്നെ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. നെക്സ്റ്റ്, അപ്രോപ്രിയേറ്റ് ടെക്നോളജി, ലോക്കലി അവൈലബിൾ റിസോഴ്സ് പ്രൊഡ്യൂസ് മിനി വേസ്റ്റ്. അങ്ങനെ വരുന്ന സമയത്ത് വേസ്റ്റ് കുറയും. ഓക്കെ, ദെൻ യൂട്ടിലൈസ് നാച്ചുറൽ റിസോഴ്സസ് ആസ് പെർ ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ എൻവയോൺമെൻറ്റ്. ദെൻ എൻകറേജിങ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ദെൻ ഫ്രെയിംവർക്ക് ടു മെയിൻറ്റെയിൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതായത് എങ്ങനെ അതിന് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എങ്ങനെയാണ് ഇതിൻ്റെ ഫ്രെയിം വർക്ക് എന്നാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ പോർഷൻസിൽ വരുന്നത് ഇത്രയും ആണ്. ഈ ഫ്രെയിം വർക്ക് ഇതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വരെ മതി.
ഓക്കെ, അപ്പം ഇത്രയാണ് സസ്റ്റൈനബിലിറ്റീൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അതായത് സസ്റ്റൈനബിലിറ്റി, നീഡ് ആൻഡ് കൺസെപ്റ്റ്, അതിൻ്റെ ഹിസ്റ്ററി, അതുപോലെ തന്നെ അതിൻ്റെ പില്ലേഴ്സ്, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി, എക്കണോമിക് സസ്റ്റൈനബിലിറ്റി, അതുപോലെ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്.